വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഇല്ലുസ്ട്രേഷൻ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നോക്കുക. എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ഇറ്റ്സ് വാലുവേഷൻ മെയ്ഡ് once in every 3 years. Its life insurance fund on 31st December 2020 amounted to 31,87,000. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 31,87,000 ആണ്. ബിഫോർ പ്രൊവൈഡിംഗ് 27,000 ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഫോർ ദ ഇയർ 2020. Actuarial valuation on 31st December 2020 disclosed a net liability of 28,60,000. അപ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 31,87,000 ആണ്. ലൈബിലിറ്റി എത്രയുള്ളൂ? 28,60,000. അണ്ടർ ദ ഇൻഷുറൻസ് ആൻഡ് ആനുവിറ്റി ആൻഡ് ഇന്ററിംഗ് ബോണസ് ഓഫ് 30,000 ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. 27,000 കൊടുക്കാനുണ്ട് കേട്ടോ, മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ പോളിസി ഹോൾഡേഴ്സിനുള്ളതാണ്. 30,000 പോളിസി ഹോൾഡേഴ്സിനുള്ളത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. സോ അവർക്ക് അവകാശപ്പെട്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൊടുക്കാനുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വി ഹാവ് ടു ഡിഡക്ട് ദിസ് എമൗണ്ട് ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി പെയ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഷെയർ ഹോൾഡേഴ്സിനുള്ളത് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം 27,000. അതിന് മുമ്പുള്ള ലൈഫ് അഷുറൻസ് ഫണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ആർ റിക്വയർഡ് ടു ഷോ വാലുവേഷൻ ബാലൻസ് ഷീറ്റ്, കാരണം സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ 3-year പീരീഡ്, നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സർപ്ലസിൽ നിന്ന് ഇനി ചെയ്യേണ്ട എക്സ്പെൻസുകൾ, ഡിവിഡൻഡ് കൊടുക്കാനുള്ളത്, ആക്ച്വറൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണം. അതായത് നമുക്കറിയാം സർപ്ലസിന്റെ 95% പോളിസി ഹോൾഡേഴ്സിനും 5% ഷെയർ ഹോൾഡേഴ്സിനും ആണ് കൊടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. വിനോ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് അഷുറൻസ് ഫണ്ടും നെറ്റ് ലൈബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാലുവേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അതെന്ന് പറയുന്നത് ലൈഫ് അഷുറൻസ് ഫണ്ട് ആണ് കൂടുന്നതെങ്കിൽ വി ഹാവ് സർപ്ലസ്, അതല്ല ലൈബിലിറ്റി ആണ് കൂടുന്നതെങ്കിൽ വി ഹാവ് ഡെഫിഷ്യൻസി. അത് കാണിക്കുന്ന ബാലൻസ് ഷീറ്റ് ആണ്. സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ആണ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ് എഴുതും 31,87,000. ഡെബിറ്റില് നെറ്റ് ലൈബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാലുവേഷൻ 28,60,000. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ലൈഫ് അഷുറൻസ് ഫണ്ട് ആണ് കൂടുതൽ. അപ്പൊ അത് ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ്? 3,27,000 എന്താണ്? നമ്മുടെ സർപ്ലസ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർപ്ലസ് എന്ന് പറയുന്നത്, ഈ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 27,000 രൂപ പേ ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു എക്സ്പെൻസ് ആണ്, അത് കുറച്ചിട്ടില്ല. പിന്നെന്താണ്? പോളിസി ഹോൾഡേഴ്സിനുള്ള 30,000 ഓൾറെഡി പേ ചെയ്തു. അത് ശരിക്കും നമ്മൾ സർപ്ലസ് എന്ന് കൊടുക്കേണ്ടതാണ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. കാരണം നെറ്റ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ്? പോളിസി ഹോൾഡേഴ്സിനുള്ള 95% കൊടുക്കാറ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ 30,000 നമ്മുടെ സർപ്ലസിന്റെ കൂടെ ആഡ് ചെയ്യണം. കാരണം ഇറ്റ്സ് ഓൾറെഡി ഗിവൺ, എന്നിട്ടാണ് ഈ ഫണ്ട് തന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്? ഈ 27,000 കാണിച്ചിട്ടില്ല, പക്ഷെ ഇത് എക്സ്പെൻസ് ആണ്. അപ്പൊ അത് കാണിക്കും വേണം. അപ്പൊ നമുക്കറിയാം വി ഹാവ് എ ഫോർമാറ്റ്. അപ്പോൾ സർപ്ലസ് ആസ് പെർ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് 3,27,000. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ കൂടെ ഇന്ററിംഗ് ബോണസ് വല്ലതും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. ഇന്ററിംഗ് ബോണസ് ഓൺ പോളിസി ഹോൾഡേഴ്സ്, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? 30,000. അപ്പൊ ഇന്ററിംഗ് ബോണസ് ഓൺ പോളിസി ഹോൾഡേഴ്സിന് കൊടുത്ത ബോണസ് പേ ചെയ്യണം 30,000. അപ്പൊ ശരിക്കും 3,57,000 സർപ്ലസ് ഉണ്ടാവേണ്ടതാണ്. ഈ ബോണസ് ആഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പോളിസി ഹോൾഡേഴ്സിനുള്ള സർപ്ലസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് മുമ്പ് കൊടുത്ത കാരണം അതും കൂടി ആഡ് ചെയ്ത് നമ്മള് 1,000 രൂപയാണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. പക്ഷെ ഈ 1,000 രൂപയിൽ നമ്മൾ ഓൾറെഡി
പോളിസി ഹോൾഡേഴ്സിനുള്ള 500 രൂപ ഓൾറെഡി കൊടുത്തതിന് ശേഷമാണ് ഈ 1000 എന്ന് പറയുന്നത്. സോ ശരിക്കുമുള്ള പ്രോഫിറ്റ് എത്രയാണ്? 1000 + 500, 1500 പ്രോഫിറ്റ് ഉള്ള കാരണമാണല്ലോ 500 നമ്മൾ ഓൾറെഡി കൊടുത്തു, ഇനി 1000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട്. സോ ഇന്ററിം ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം എന്ന് ഓർത്താൽ മതി. അപ്പൊ 3,57,000. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, അത് കൊടുത്തിട്ടില്ല, പക്ഷെ അത് കൊടുക്കണം. അപ്പൊ അത് എത്രയാണ്? 27,000 പേയബിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബിഫോർ പ്രൊവൈഡിങ് ആണ്, അത് കൊടുത്തിട്ടില്ല, അപ്പൊ അത് കുറയ്ക്കണം. അപ്പൊ ലെസ് ഡിവിഡൻഡ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് 27,000. അപ്പൊ പോളിസി ഹോൾഡേഴ്സിന് കൊടുത്ത ഇന്ററിംഗ് ബോണസ് ആഡ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ഡിവിഡൻഡ് കാണിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് ലെസ്, ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സ്പെൻസ്. അവരുടെ ക്യാപിറ്റൽ എടുത്തതിന് അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആണ്, അത് കമ്പനിയുടെ കോസ്റ്റ് ആണ്. അപ്പൊ അത് കുറയ്ക്കുക, 27,000. അപ്പൊ എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 3,30,000. നമ്മൾ ആ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ബോണസ് പെയ്ഡ്, ഇന്ററിം ബോണസ് പെയ്ഡ് ടു പോളിസി ഹോൾഡേഴ്സിന് കൊടുത്തത് കൂട്ടുക, ഇനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് എന്താണ്? കുറയ്ക്കുക. അപ്പോ 3,30,000 ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറഞ്ഞാൽ അറിയാം എന്താണ്? നെറ്റ് പ്രോഫിറ്റിന്റെ 95% ആർക്കാണ്? പോളിസി ഹോൾഡേഴ്സിനാണ്. 5% ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോ ഷെയർ ഹോൾഡേഴ്സിന്റെ എമംഗ് ഷെയർ ഹോൾഡേഴ്സ് 3,30,000ന്റെ 5% എത്രയാണ്? 16,500. ഈ 5% എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ഡിവിഡൻഡ് കിട്ടിയതിന് പുറമെ അവർക്ക് കിട്ടുന്നതാണ് ഈ 5% അവകാശം എന്ന് പറയുന്നത്, റിസർവിലുള്ളത്. സോ അത് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല, അത് അവർക്ക് ഓൾറെഡി കിട്ടാനുള്ള ഡിവിഡൻഡ് കിട്ടി കഴിഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് അതും കഴിഞ്ഞിട്ട് വരുന്ന, അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന പ്രോഫിറ്റിന്റെ മുകളിലുള്ള അവകാശമാണ് ഈ 5%. അപ്പോൾ സോ 16,500. പോളിസി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ കൂടിയിട്ട് എന്താണ്? നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ 95%-നാണ് അവകാശമുള്ളത്. അപ്പൊ അതിന് മുമ്പ് അവർക്ക് വല്ലതും ബോണസ് ആയിട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ 3,30,000, 95,000, 3,13,500 ആണ് പോളിസി ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. അത് നമ്മൾ ഓൾറെഡി 30,000 കൊടുത്തു ഇന്ററിംഗ് ബോണസ് ആയിട്ട് 30,000. ബാക്കി കൊടുക്കാനുള്ളത് എത്രയാണ്? 3,13,500 മൈനസ് 30,000, 2,83,500 ആണ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഈ 5% എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ഡിവിഡൻഡിന് പുറമേ കിട്ടുന്നതാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ കിട്ടുന്ന 5% എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഡിവിഡൻഡിന് അപ്പുറത്ത് കിട്ടുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഡിവിഡൻഡ്, അത് അവരുടെ അവകാശമാണ് ഓൺ പ്രോഫിറ്റ്. പക്ഷെ പോളിസി ഹോൾഡേഴ്സിന് ആകെ നെറ്റ് പ്രോഫിറ്റിൽ 95% അവകാശമുള്ളൂ, അതിന് കൂടുതൽ അവകാശമില്ല. അപ്പോ 3,13,500 ആണ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അതിൽ ഓൾറെഡി 30,000 ഇന്ററിം ബോണസ് ആയിട്ട് കൊടുത്ത കാരണം ബാക്കിയേ കൊടുക്കണ്ടു, 2,83,500. അപ്പൊ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ലൈഫ് ഇൻഷുറൻസ് ഫണ്ടും ലൈബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ വി ഗെറ്റ് സർപ്ലസ്. ആ സർപ്ലസിൽ നിന്ന് ആക്ച്വറിയൽ ബോണസ്, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ്, ഇത് രണ്ടും കുറയ്ക്കുക. പിന്നെ വല്ല പോളിസി ഹോൾഡേഴ്സിന് ഇന്ററിംഗ് ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിന്റെ 95% പോളിസി ഹോൾഡേഴ്സിനും 5% ഷെയർ ഹോൾഡേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ പ്രിപ്പയർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.